എന്റെ പ്രാർത്ഥന മോചിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നു നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. Praise the Lord. നമ്മളിന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് തയ്യാറാവുന്നതിന് മുൻപ് കുറച്ചുകൂടി ആ നീതി, ദൈവനീതിയെക്കുറിച്ച് അല്പം കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ക്രിസ്ത്യൻ കുർബാനയിൽ ബലിയർപ്പിച്ചപ്പോൾ അതിനകത്ത് ചില മനോഹരമായ പ്രാർത്ഥനകൾ നമ്മൾ കേട്ടു. ഇന്നത്തെ വായന തന്നെ നമ്മൾ പറയാനിരുന്ന യേശയ്യായിലെ വചനമായിരുന്നു ആ വായന. കർത്താവ് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാണ് വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ഭാരം നൽകാനല്ല വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഭാരം എടുത്ത് മാറ്റാനാണ്. വർഷങ്ങളായിട്ട് എന്നെ വളരെയധികം സ്പർശിച്ചാറുള്ള ഒരു വാക്യത്തിനകത്തുള്ളത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം സമാധാനം ആശംസിക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരും കൈവീശിയ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളുടെ പാപത്തെ പരിഗണിക്കാതെ തിരുസഭയുടെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണം. Praise the Lord. Oh Lord, don't look at our sins, but look at the faith of your church. മനസ്സിലായോ? ആ വാക്ക് പൗലോസ്യുടെ ലേഖനത്തിലുള്ളതാണ്. അവൻ നമ്മുടെ പാപങ്ങളെ നമുക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സുവിശേഷം പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ നമുക്കെതിരെ പരിഗണിക്കാതെ, അത് 2 കൊരിന്ത്യർ 5:17 2 കൊരിന്ത്യർ 5:17 വായിച്ച്. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി,
ഇതാ പുതിയത് വന്നു ഇതാ കഴിഞ്ഞു. പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ, എല്ലാവരും ശബ്ദമുയർത്തി, മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞുവല്ലോ. അതാണ് ക്രിസ്മസ്. നമ്മൾ ആദ്യം ദിവസങ്ങളിൽ ചിന്തിച്ചു, ദൈവം മനുഷ്യന്റെ സകല ശത്രുതകളും മനുഷ്യരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു നിന്നിട്ട് ആ മനുഷ്യരിൽ ഒരുവനായിട്ട് തൻ്റെ ഏകപുത്രനെ ജനിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചതിലൂടെ തന്നെ ദൈവം രമ്യതപ്പെട്ടു കഴിഞ്ഞു നമ്മളുമായിട്ട്. Praise the Lord. ഏഷ്യയിലെ 4 സ്ഥലത്ത് കർത്താവിൻ്റെ ദാസൻ 1, കർത്താവിൻ്റെ ദാസൻ 2, കർത്താവിൻ്റെ ദാസൻ 3, കർത്താവിൻ്റെ ദാസൻ 4, ഇങ്ങനെ 4 സ്ഥലത്ത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 4 യേശുവിനെ കുറിച്ചും യേശുവിലൂടെ വരാനിരിക്കുന്ന രക്ഷയുടെയും നീതിയുടെയും ആ വലിയ ശക്തിയെക്കുറിച്ചുമാണ്. കർത്താവിൻ്റെ ദാസൻ 1, 42-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാം. 42 ഏഷ്യ 42-ാം അധ്യായം. കർത്താവിൻ്റെ ദാസൻ 1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ, എല്ലാവരും അതൊന്ന് ഏറ്റു പറഞ്ഞ് വായിച്ചേ. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. Praise the Lord. ഒന്നെല്ലാവരും ഒരിക്കൽ കൂടി ആ വചനത്തെ ഒന്ന് ഏറ്റുപറഞ്ഞ് വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ്
കർത്താവ്, ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. നീതി സ്ഥാപിക്കാൻ വിളിച്ചു. Praise the Lord. ഇതല്ലേ സുവിശേഷം? പറയും എന്തിനാണ് ആരാണ് ഈ കർത്താവിന്റെ ദാസൻ? ആരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ കുറിച്ച്. യേശുവിനെ കുറിച്ച് എനിക്കത് ഒന്നുകൂടി വായിക്കാൻ തോന്നാണ്. ഒന്നുകൂടി വായിക്കാം. അത് വായിക്കുമ്പോഴെല്ലാം ഈ വചനം എന്നിൽ പൂർത്തിയാകട്ടെ, ഈ വചനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, ഈ വചനത്തിൻ്റെ ഇനിയും രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവ് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണമേ. വെളിപാടിൻ്റെ വരം നൽകണമേ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകിക്കൊണ്ട് അവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഒന്നുകൂടി വായിക്കും, ഒന്നുകൂടി വായിക്കും. ഇതാ എല്ലാവരും ശബ്ദം ഉയർത്തി. ഞാൻ താങ്ങുന്ന, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം, എന്റെ പ്രീതിപാത്രം, ഞാൻ എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ അവന് നൽകി. അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. Praise the Lord. ഇതാണ് ഇനി നമ്മൾ ഏഷ്യായിലെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും നീതി നീതിനെ കാണുന്നു. ഓക്കെ, ഇതാണ് യേശുവിൻ്റെ വരവിലൂടെ സംഭവിച്ചത്. ഇനി രണ്ടാമതും നീതി കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള പ്രവചനമാണ് 49-ാം അധ്യായത്തിൽ. 49-ാം അധ്യായത്തിൽ വായിക്കാം. അതിലല്ലേ കർത്താവിന്റെ ദാസൻ നമ്പർ 2. തീരദേശങ്ങളെ വിദൂര ജനതകളെ എന്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി. തന്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്. നിന്നിൽ ഞാൻ
മഹത്വം പ്രാപിക്കും ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തന്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തന്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എന്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഇതാണ് നമ്മൾ ഇന്നെല്ലാം കേട്ടത്. അപ്പൊ യേശു ലോകത്തിന്റെ പ്രകാശമാണ്. ഈ രക്ഷ, ഈ നീതി ലോകം മുഴുവനും പ്രസരിപ്പിക്കുന്നത്. ഇതാണ് യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ പല ഭാഗങ്ങൾ. ഇനി കർത്താവിൻ്റെ ദാസൻ നമ്പർ 3, ഇത് 50-ാമത്തെ അധ്യായത്തിലാണ്. 50-4 മുതൽ 50 ഓക്കെ, വായിക്കാം. പരിശീലന ആശ്വാസം നൽകുന്ന വാക്ക്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ വായിക്കുക. പരിശീലനെ ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എന്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എന്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. കഴിഞ്ഞില്ല. അടുത്ത ആരെന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ
കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവേൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം. Praise the Lord. ഇതൊക്കെ വായിക്കുമ്പോൾ കുറച്ചൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? പക്ഷേ ഇതാണ് ആ നീതിയിലേക്കുള്ള കവാടം. ഇതാണ് യേശുക്രിസ്തു അനുഭവിച്ചത്. യേശു നീതി നടപ്പാക്കി തരുന്നതിന് വേണ്ടി അനുഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രഭാതം തോറും എൻ്റെ കാതുകൾ ദൈവത്തെ ശ്രവിക്കുക. രണ്ടെന്താണ്? എന്നെ തല്ലുന്നവർക്ക് പുറം കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇതൊക്കെ നമ്മളും അനുഭവിച്ചാൽ മാത്രമേ നീതി കിട്ടുള്ളൂ. എന്നെ അടിച്ചവർക്ക് എന്താണത്? അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തിന്മയിൽ നിന്നും തുപ്പലിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ഇത് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാലത്ത് അനുഭവിക്കും. അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് അനുഭവിക്കണം. മനസ്സിലാവുണ്ടോ? ഇത് അനുഭവിച്ചിട്ടുള്ളവരെന്ന് എന്ന് പറഞ്ഞാൽ ആത്മീയമായെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ ഒന്ന് കൈപൊക്കി കണ്ടോ? എന്തോരം പേരാന്ന്. പ്രേരിതല്ലോ. പക്ഷെ പ്രശ്നം ഇത് നമ്മൾ അനുഭവിച്ചപ്പോഴൊന്നും ഇങ്ങനെ കർത്താവിശ്വാമിശിഹായുടെ ഈ അനുഭവത്തിൽ കൊണ്ടാണ് നമുക്കെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടിച്ചവനോടും തുപ്പിയവനോടും ഒക്കെ ഭയങ്കര വൈരാഗ്യം വരുത്തി. പക്ഷേ ഇത് അനുഭവിക്കാതെ ഈ രക്ഷയുടെ പൂർണ്ണ അനുഭവം നമുക്കുണ്ടാവില്ല. ഈ നീതിയുടെ പൂർണ്ണ അനുഭവം അതാണ് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആരംഭിച്ചത്. ഇവിടെ മുതലാണ്. ഇതിൻ്റെ അടുത്ത ദാസനെ കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. എന്താണ് നാലാമത്തെ ദൈവദാസൻ നമ്പർ 4? 53-ാം അധ്യായത്തിലെ 52-ന്റെ 13 മുതൽ 52. എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. വായിച്ചു. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യന്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാകും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും. കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. ഇനി 53-ലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് ആ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ വലിയ മേഖലയിലേക്ക് നമ്മൾ തുറന്നു. യേശു ഗെത്സമനിയിൽ അപാരമായ വേദന കൊണ്ട് പിടഞ്ഞു. അവൻ്റെ ശരീരം വേർത്തു, രക്തത്തുള്ളിയിട്ടിട്ട് വീണു. അത്രയും നാൾ ഈശോ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഈശോ എപ്പോഴും പറഞ്ഞിരുന്നത്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. നിങ്ങൾ സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. എന്നാൽ ഇതാ അവിടെ എത്തിയപ്പോൾ, ആ നിർണായക നിമിഷത്തിലെത്തിയപ്പോൾ, ലോകത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേൽ ദൈവം ചുമത്തിയപ്പോൾ, യേശയ്യാ 53:6 ഈശോ പറയാൻ തുടങ്ങി, ടേക്ക് അവേ, ഓ പിതാവേ, ഓ ഫാദർ, ടേക്ക് അവേ ദിസ് കപ്പ് ഫ്രം മീ, ഇറ്റ് ഈസ് സോ പെയിൻഫുൾ. ഇതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
ഉണ്ടോ? ദൈവമേ എനിക്ക് പറ്റുന്നില്ല. ഇതാണ് പലപ്പോഴും നമുക്ക് പറയാം. നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പറ്റണില്ല കർത്താവേ? എങ്കിൽ അത് ഈ ഗെത്സമനിയിൽ ഈശോ പറഞ്ഞ വാക്കിൻ്റെ ഒരു മാറ്റൊലിയാണ്. അല്ലെങ്കിൽ നമ്മുടെ വേദനകളാണ് ഈശോയുടെ ആ വേദനകൾ. എനിക്ക് പറ്റണില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സംഭവം, നമ്മുടെ ജീവിതത്തിൽ നടന്ന ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഈ ഗെത്സമനിയിലേക്ക് ഈശോ പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളും. അപ്പൊ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ശാഖയ്ക്കുണ്ടാവോ ഇല്ലയോ? മുന്തിരിച്ചെടിയുടെ തായ്തണ്ട് ഇതാ ഗെത്സമനിയിൽ. 53:6 വായിക്കുക. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. കണ്ടോ? 3 കാര്യമാണ്. 1 കർത്താവ്, 2 അവൻ, 3 അകൃത്യങ്ങൾ. ദൈവപിതാവ് മനുഷ്യന്റെ മുഴുവൻ പാപവും തൻ്റെ ഓമന മകനായ യേശുവിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. അതൊരു ഓർമ്മയല്ല. പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യേശു ഇത്രയും വേദന ഉണ്ടായത്? അത് വരാനിരിക്കുന്ന പുരുഷനെ കുറിച്ച് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ യേശുവിനെ വിട്ടുപോയിട്ടാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മനുഷ്യൻ്റെ പാപങ്ങളെ കണ്ടിട്ടാണ്? അതൊന്നുമല്ല ഉത്തരം. മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ്. മനുഷ്യൻ്റെ പാപം മുഴുവനും ക്രിസ്തു ആ നിമിഷം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് നീതീകരണത്തിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ്. നമ്മൾ ആരുടെയും പശ്ചാത്താപമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിലൂടെ ഒന്നുമല്ല പാപം മോചിക്കപ്പെടുന്നത്. പാപം മോചിക്കപ്പെടുന്നത് യേശു, നീതിമാനായ യേശു നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ വെറുതെ വിട്ടു. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അത് ഏറ്റെടുക്കാൻ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവ് അവന്റെ മേൽ നമ്മുടെ പാപങ്ങൾ ഏൽപ്പിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ശേഷഭാഗം നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാം. അതേ യേശു തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇതാ നമ്മുടെ കൂടെ, നമ്മുടെ മധ്യത്തിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ടരമൊരുക്കിയിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു.
ഉന്നതങ്ങളെയും തിരമാലകളെയും കർത്താവ് ശക്തനാണ്. അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവേ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിൽ എന്നേക്കും യോജിച്ചതാണ്. പരിശുദ്ധൻ 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 ഉത്ഥാനം ചെയ്തതിന് ശേഷം നമ്മളെല്ലാവർക്കും ആ നടപ്പാക്കിയ നീതി പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നമുക്ക് നൽകി. അതാണ് ഈശോ അവരുടെ മേൽ ഊതിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ്. ആദ്യ സൃഷ്ടിയെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തപ്പോൾ ഊതി, അപ്പോൾ അതിൽ ജീവനുണ്ടായി. അതാണ് ആദ്യ ആദം. ഇതാ രണ്ടാം ആദം. ആദ്യ ആദത്തിൽ ഊതിയ അതേ ആദം തന്നെ ആദ്യ ആദം ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് തന്റെ ശരീരത്തിൽ ആ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് പാപം ചെയ്തവരുടെ പാപം അവർക്കെതിരെ പരിഗണിക്കാതെ അവരെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിച്ചുകൊണ്ട് അവരെ പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ട് പാപത്തെ ശരീരത്തിൽ മരിപ്പിച്ചുകൊണ്ട് തന്റെ മരണത്താൽ പിശാചിനെയും പാപത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇതാ ഒരു പുതിയ സൃഷ്ടിയെ, ഒരു പുതിയ ശ്വാസം, ഒരു പുതിയ ഊതൽ ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോൾ അവർ ഭയന്ന് വിറച്ചിരിക്കുകയായി. അവരിലേക്ക് ഊതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അതാണ് പുതിയ രാജ്യം. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ, ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്താ ദിവസത്തിൽ എല്ലാവരിലേക്കും നൽകപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെല്ലാവരിലും നിറഞ്ഞ് ജീവജലത്തിൻ്റെ അരുവിയായി നമ്മളിൽ ഒഴുകി. ഇനി നമ്മൾ ചാക്കുവസ്ത്രം എടുത്ത് ചാരം പൂണ്ടിരിക്കേണ്ടവരല്ല, മറിച്ച് ആനന്ദ നൃത്തം ആലപിക്കേണ്ടവരാണ്. കാരണം
നീതീകരിക്കുന്നവൻ ഇതാ സർവ്വതും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. സർവ്വതും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈശോ അന്ന് ഗാഗുൽത്തായിൽ, ഈശോ അന്ന് ഗെത്സമനിയിൽ തന്നെ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് രക്തം വിയർത്തപ്പോൾ തന്നെ പാപം പരാജയപ്പെട്ടു കഴിഞ്ഞു. പാപത്തെ നമ്മളിൽ നിന്നും അകറ്റിക്കഴിഞ്ഞു. ഇത് വിശ്വസിക്കണം. അന്ന് യേശു നമ്മളെ നേരത്തെ കുർബാനയിൽ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങളുടെ മേൽ കനിയണമേ. യേശു ആരുടെ പാപങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തത്? ആരുടെ പാപങ്ങളാണ് ഏറ്റെടുത്തത്? ലോകത്തിന്റെ മുഴുവൻ പാപം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? ആ ഏറ്റെടുക്കലിൽ നമ്മുടെ പാപവും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? ഇനി നമ്മൾ പാപത്തിന്റെ ആധിപത്യത്തിന് കീഴിലാണോ അതോ യേശുവിലൂടെ വന്ന കൃപയുടെ ആധിപത്യത്തിന് കീഴിലാണോ? അതാണ് നീതീകരണത്തിന്റെ ഫലം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട് ആ ജീവജലത്തിന്റെ അരുവി നമ്മളിലേക്ക് ഒന്നുകൂടി ഒഴുകാനും നമ്മളിലൂടെ ഒഴുകി നമ്മളൊന്ന് അനുഭവമാക്കിക്കൊണ്ട് അത് ലോകം മുഴുവനിലേക്ക് തുറന്നുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ടു. ഏശയ്യാ 59 യാക്കോബിന്റെ ഭവനത്തെ വിശുദ്ധീകരിക്കുന്നത് നിന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമാണ്, എന്നാൽ നിന്നെ വിളിച്ചിരിക്കുന്നത്, കർത്താവിന്റെ ദാസനായ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ ലോകം മുഴുവന്റെയും പ്രകാശമാകാൻ വേണ്ടിയാണ്. അതിൽ കുറഞ്ഞ ഒരു പരിപാടി നമുക്കില്ല. ഇത് യേശു ലോകം മുഴുവനിലും ഈ നീതി നടപ്പാക്കാൻ വേണ്ടി യേശു അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നമ്മളങ്ങ് സ്വീകരിച്ചാൽ മതി, നമ്മളതങ്ങ് ഏറ്റെടുത്താൽ മതി, നമ്മളതിൽ വിശ്വസിച്ചാൽ മതി. പാപത്തിന്റെ ആധിപത്യം, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിൽ ഇല്ലാതാക്കി. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനിതാ വന്നിരിക്കുന്നു. ആ പുതിയ മനുഷ്യൻ നമ്മളെല്ലാവരെയും പുതിയ മനുഷ്യരാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അതൊന്ന് കൂടുതലായിട്ട് ഉറപ്പിച്ച് ആത്മാവെ പരിശുദ്ധാത്മാവിന്റെ ആ ഗാനം മുഴുവനും പാടി അതിനകത്ത് മുഴുവൻ നമുക്ക് Thank you.
to